ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എജുപേഴ്സ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5 മാർക്കിന് തീർച്ചയായും പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. കഴിഞ്ഞ വീഡിയോകളിലായിട്ട് എസ്എ ക്വസ്റ്റ്യൻസ്, 3 മാർക്ക് ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെ 4 മാർക്ക് ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 5 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, നിയമനിർമ്മാണത്തിൻ്റെ നടപടിക്രമങ്ങൾ വിവരിക്കുക. അതായത് ലോ മേക്കിംഗ് പ്രൊസീജിയർ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് പഠിക്കുക, അത് എഴുതുക. ഏതൊക്കെയാണെന്ന് നമ്മുടെ പറയാം. ഒന്നാമത്തത് ഫസ്റ്റ് റീഡിംഗ്, രണ്ടാമത്തെ സെക്കൻഡ് റീഡിംഗ്, കമ്മിറ്റി സ്റ്റേജ്, റിപ്പോർട്ട് സ്റ്റേജ്, തേർഡ് റീഡിംഗ്. ഇങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റേജ് കിടക്കുന്നത്. ഫസ്റ്റ് റീഡിങ്ങിൽ നടക്കുന്നത് ബില്ലിൻ്റെ ഇൻട്രൊഡക്ഷനാണ്. സെക്കൻഡ് റീഡിങ്ങിൽ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ദ ബിൽ ആർ ഡിസ്കസ്ഡ്. ബില്ലിൻ്റെ അടിസ്ഥാന തത്വങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടും. കമ്മിറ്റി സ്റ്റേജിൽ ഈ ബില്ല് ഒരു കമ്മിറ്റിക്ക് റെഫർ ചെയ്യും. ബിൽ റെഫേർഡ് ടു എ സെലക്ട് കമ്മിറ്റി ആൻഡ് ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ഓഫ് ദ ബിൽ. ഈ ബില്ലിനെ കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി കമ്മിറ്റിക്ക് റെഫർ ചെയ്യും. ദെൻ റിപ്പോർട്ട് സ്റ്റേജിൽ ക്ലോസ് ബൈ ക്ലോസ് ഡിസ്കഷൻ, ഡ്രാസ്റ്റിക് ചേഞ്ച് ഇൻ ദ ബിൽ. ബില്ലിലുള്ള മാറ്റങ്ങൾ, ഓരോ മൈന്യൂട്ട് ക്ലോസുകൾ പോലും അതിൽ ഡിസ്കസ് ചെയ്യും. ദെൻ തേർഡ് റീഡിംഗ്, ഫൈനൽ സ്റ്റേജ് ഓൺലി വേർബൽ അമെൻമെൻറ്റ്. അവിടെ വേർബൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഫൈനൽ സ്റ്റേജാണ് മൂന്നാമത്തെ സ്റ്റേജ്. കാര്യമായ മാറ്റങ്ങളൊന്നും അവിടെ നടത്താൻ സാധിക്കില്ല. ദെൻ ശേഷം ബിൽ ഈസ് പുട്ട് ടു വോട്ട് ഇൻ ഹൗസ് ആൻഡ് സെൻഡ് ടു ദി അതർ ഹൗസ്. പിന്നെ ബില്ല് വോട്ടിനിട്ടിട്ട് ഒരു ഹൗസിൽ വോട്ടിനിടും. അത് കഴിഞ്ഞ് അടുത്ത ഹൗസിലേക്ക്, രാജ്യസഭയിലാണെങ്കിൽ അത് ലോകസഭയിലേക്ക് സെൻഡ് ചെയ്യും. ആൻഡ് സെയിം പ്രൊസീജിയർ ഇൻ ദി അതർ ഹൗസ്. അതർ ഹൗസിലും അതേ പ്രൊസീജിയർ തുടരുന്നു. ഇഫ് നീഡഡ് പ്രസിഡൻറ്റ് സമ്മൺ ജോയിൻറ്റ് സിറ്റിംഗ്. ആവശ്യം വന്നാൽ പ്രസിഡൻ്റ് ഒരു ജോയിൻറ്റ് സിറ്റിംഗ് വിളിച്ചു കൂട്ടും. ജോയിൻറ്റ് സിറ്റിംഗ് വിളിച്ചു കൂട്ടുന്നത് അവിടെ ഒരു അസംതൃപ്തിയോ മറ്റ് പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ മാത്രമേ ജോയിൻറ്റ് സിറ്റിങ്ങിൻ്റെ ആവശ്യമുള്ളൂ. അത് ആവശ്യമെങ്കിൽ മാത്രമേ ആ ഒരു സ്റ്റേജ് ഉണ്ടാവുകയുള്ളൂ. ദെൻ ലാസ്റ്റ്ലി അസെൻഡ് ബൈ ദ പ്രസിഡൻറ്റ് അതിൽ ഒപ്പ് ചാർത്തുന്നതോടുകൂടിയാണ് ബില്ല് പാസ്സാവുക. ദെൻ ബില്ല് എന്ത് ചെയ്യുന്നു, പ്രസിഡൻറ്റിന് വേണമെങ്കിൽ അത് എന്ത് ചെയ്യാം, പോക്കറ്റ് വീറ്റോയിൽ വെക്കാം, അല്ലെങ്കിൽ സൈൻ ചെയ്തുകൊണ്ട് ബില്ല് പാസ്സാക്കാം. ഇതാണ് ലോ മേക്കിംഗ് പ്രൊസീജിയർ. ക്ലിയർ ആയല്ലോ? മറ്റൊരു ചോദ്യമാണ് ഭരണഘടനയുടെ ധർമ്മങ്ങൾ അഥവാ ഫങ്ഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനയുടെ ധർമ്മങ്ങൾ. ഭരണഘടന ഏകോപനം ഉറപ്പു നൽകുന്നു. സ്പെസിഫിക്കേഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ് പവേഴ്സ്. തീരുമാനമെടുക്കാനുള്ള അധികാരം വ്യക്തമാക്കി കൊടുക്കുക. ലിമിറ്റേഷൻ ഓൺ ദ പവേഴ്സ് ഓഫ് ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ അധികാര പരിധിയെ നിയന്ത്രിക്കുക. ആസ്പിറേഷൻ ആൻഡ് ഗോൾസ് ഓഫ് സൊസൈറ്റി. ഒരു സമൂഹത്തിൻ്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക. ഫണ്ടമെൻ്റൽ ഐഡൻറ്റിറ്റി ഓഫ് ദ പീപ്പിൾ. ഒരു ജനതയുടെ മൗലിക വ്യക്തിത്വം. ഇതാണ് പ്രധാനപ്പെട്ട ഭരണഘടനയുടെ ചുമതലകൾ. ഇത് ഷുവർ ക്വസ്റ്റ്യനാണ്, എന്തായാലും ചോദിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഫെഡറേഷനിലെ യൂണിറ്ററി സവിശേഷതകൾ. ഇന്ത്യൻ ഫെഡറേഷൻ്റെ സവിശേഷത നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഡബിൾ ഗവൺമെൻറ്, ഡിവിഷൻ ഓഫ് പവർ, റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ഡിപെൻഡൻറ്റ് ഫെഡറൽ ജുഡീഷ്യറി. ഇതാണ്. ദെൻ ഇതിൻ്റെ യൂണിറ്ററി സവിശേഷതകളാണ് ചോദിച്ചിരിക്കുന്നത്. യൂണിറ്ററി സവിശേഷതകൾ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചോദിക്കുമ്പോൾ നിങ്ങൾ എഴുതേണ്ടത് സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ, ഒന്നാമത്തെ പോയിൻ്റ്. സിംഗിൾ സിറ്റിസൺഷിപ്പ്. ദെൻ പാർലമെൻറ്റ് ഈസ് എംപവേർഡ് ഫോർ ദ ക്രിയേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ്. Parliament is empowered to alter the name and boundaries of any state. Office of Governor. Emergency provision. Emergency 3 തരമാണ്. ആർട്ടിക്കിൾ 352, 356, 360. അതായത് നാഷണൽ, സ്റ്റേറ്റ്, ഫൈനാൻഷ്യൽ എമർജൻസി. ഡിവിഷൻ ഓഫ് പവർ ഫേവേർഡ് ദ സെൻറ്റർ. സെൻട്രലൈസ്ഡ് ഫെഡറൽ റിസോഴ്സസ് ആൻഡ് ദ ഫ്രേസ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ഫെഡറേഷൻ. ഓൾ ഇന്ത്യ സർവീസ് തുടങ്ങിയവയാണ് യൂണിറ്ററി ഫീച്ചേഴ്സ്. ഫെഡറേഷൻ്റെ യൂണിറ്ററി സവിശേഷതകൾ എന്ന് പറയുന്നത്. അതായത് ഒറ്റ ഭരണഘടനയുണ്ടായിരിക്കുള്ളൂ, ഒറ്റ പൗരത്വമായിരിക്കും. പാർലമെൻറ്റിനാണ് സംസ്ഥാനങ്ങളുടെ ക്രിയേഷനുള്ള അധികാരം. ബൗണ്ടറീസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനും ആൾട്ടർ ചെയ്യാനും ഒക്കെ ഉള്ള അധികാരം പാർലമെൻറ്റിനാണ്. ഗവർണറുടെ ഓഫീസ്, എമർജൻസി, ഡിവിഷൻ ഓഫ് പവർ തുടങ്ങിയ ഓൾ ഇന്ത്യ സർവീസ്, ഇതൊക്കെ യൂണിറ്ററി ഫീച്ചേഴ്സാണെന്ന് ഓർക്കുക. ഓക്കെ. പിന്നീട് ഇലക്ഷൻ കമ്മീഷൻ്റെ അധികാരങ്ങളാണ് ചോദിക്കുക.
പവേഴ്സ് ഓഫ് എലക്ഷൻ കമ്മീഷൻ. എലക്ഷൻ കമ്മീഷൻ്റെ ചുമതലകൾ എന്തൊക്കെയാണ്? എലക്ഷൻ നടത്തുക, കണ്ടക്ട് ഫ്രീ ആൻഡ് ഫെയർ എലക്ഷൻ, പ്രിപ്പയർ ഇലക്ടോറൽ റോൾ, കണ്ടക്ട് എലക്ഷൻ ടു ലോക്സഭ, രാജ്യസഭ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, ദെൻ കണ്ടക്ട് എലക്ഷൻ ടു ഓഫീസ് ഓഫ് പ്രസിഡൻറ്റ് ആൻഡ് വൈസ് പ്രസിഡൻറ്റ്, റെക്കഗ്നിഷൻ ഓഫ് പാർട്ടി, ദെൻ അലോട്ട്മെൻറ്റ് ഓഫ് സിംബൽ, ഇഷ്യൂ മോഡൽ കോഡ് കണ്ടക്ട്, സെറ്റിൽ എലക്ഷൻ ഡിസ്പ്യൂട്ട് തുടങ്ങിയ ഫങ്ഷൻസാണ് എലക്ഷൻ കമ്മീഷൻ്റെ. ഇത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ടെക്സ്റ്റിൽ വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കുറച്ചുകൂടെ പോയിൻ്റ് ഉണ്ട്, എല്ലാം ഞാൻ പറയാൻ നിൽക്കുന്നില്ല. അപ്പോൾ അത് വൃത്തിയായിട്ട് പഠിക്കുക. എലക്ഷൻ കമ്മീഷൻ്റെ ഫങ്ഷൻസ് 5 മാർക്കിന് 6 മാർക്കിനോ 5 മാർക്കിനാകും ഷുവറായിട്ടും ചോദിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പ്രൈം മിനിസ്റ്ററുടെ പവേഴ്സാണ്. പവേഴ്സ് ഓഫ് പ്രൈം മിനിസ്റ്റർ, പ്രധാനമന്ത്രിയുടെ അധികാരങ്ങൾ. അദ്ദേഹത്തിൻ്റെ അധികാരങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. 1, അദ്ദേഹം ചെയർമാൻ ഓഫ് ക്യാബിനറ്റ് ആണ്. ദെൻ പ്രൈം മിനിസ്റ്റർ ഫോം ദ മിനിസ്ട്രി ഫോം ചെയ്യുന്നത് പ്രൈം മിനിസ്റ്ററാണ്. ഡിസൈഡ് ദ സൈസ് ഓഫ് മിനിസ്ട്രിയുടെ വലിപ്പം തീരുമാനിക്കുന്നത് അദ്ദേഹമാണ്. ഡിസ്ട്രിബ്യൂട്ട് പോർട്ട്ഫോളിയോ ടു മിനിസ്റ്റേഴ്സ്, മറ്റ് മന്ത്രിമാർക്ക് വകുപ്പുകൾ വിതരണം ചെയ്യുന്നത് അദ്ദേഹമാണ്. ദെൻ ലീഡർ ഓഫ് പാർട്ടി ഇൻ പവർ, അധികാരത്തിൽ വരുന്ന പാർട്ടിയുടെ നേതാവ് ആരായിരിക്കും? പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. ദെൻ നീതി ആയോഗിൻ്റെ ചെയർമാൻ ആയിരിക്കും. ദെൻ ഡിസൈഡ് ആൻഡ് ക്ലാരിഫൈ ദ ഗവൺമെൻറ് പോളിസി, ഗവൺമെൻറ്റിൻ്റെ പോളിസികളും മറ്റും തീരുമാനിക്കുന്നതും വ്യക്തത വരുത്തുന്നതുമൊക്കെ പ്രൈം മിനിസ്റ്ററാണ്. ലിങ്ക് ബിറ്റ്വീൻ പ്രസിഡൻറ്റ് ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, പ്രസിഡൻറ്റിനും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനും ഇടയിൽ ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നതും ആരാണ്? പ്രൈം മിനിസ്റ്ററാണ്. ഇതൊക്കെയാണ് പ്രൈം മിനിസ്റ്ററുടെ അധികാരങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ മതേതരത്വവും പാശ്ചാത്യ മതേതരത്വവും, വെസ്റ്റേൺ സെക്കുലറിസം ആൻഡ് ഇന്ത്യൻ സെക്കുലറിസം. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും. അപ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് ടെക്സ്റ്റ് പുസ്തകത്തിൽ കോളം തിരിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് പോയിട്ട് വായിച്ചിട്ട് പഠിക്കുക. ഞാൻ എല്ലാം കൂടെ അവിടെ പറയാൻ നിന്ന് നമ്മുടെ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടി പോകും. ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പറയാനുണ്ട്. അതുകൊണ്ട് ഇത് വ്യക്തമായിട്ട് പുസ്തകത്തിലുണ്ട് കേട്ടോ, അത് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റിട്ടുകളാണ്. വ്യത്യസ്ത റിട്ടുകൾ വിവരിക്കുക എന്നുള്ളതാണ്. 5 പ്രധാനപ്പെട്ട റിട്ടുകളാണ്. ഹാബിയസ് കോർപ്പസ്, മെൻറ്റാമസ്, പ്രൊഹിബിഷൻ, സെർഷ്യോറി, കോവാറൻഡോ. അപ്പോൾ അത് 5 മാർക്കിന് ചോദിക്കുമ്പോൾ ജസ്റ്റ് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതണം. അടുത്ത ക്വസ്റ്റ്യൻ എക്സിക്യൂട്ടീവിനെ പാർലമെൻറ്റ് നിയന്ത്രിക്കുന്ന ഉപാധികൾ എന്തൊക്കെയാണ്? എക്സിക്യൂട്ടീവിനെ പാർലമെൻറ്റ് നിയന്ത്രിക്കുന്ന ഉപാധികൾ. ഒന്നാമത്തെ ഉപാധി ഡെലിബ്രേഷൻ ആൻഡ് ഡിസ്കഷനാണ്. 2 അപ്രൂവൽ ആൻഡ് റാറ്റിഫിക്കേഷൻ ഓഫ് ലോ, ഫൈനാൻഷ്യൽ കൺട്രോൾ, നോ കോൺഫിഡൻസ് മോഷൻ. ഇതൊക്കെയാണ് ടെക്നിക്സ് ഓഫ് പാർലമെൻ്ററി കൺട്രോൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൗ ക്യാൻ വി പ്രൊമോട്ട് ഈക്വാലിറ്റി? സമത്വം നമുക്ക് എങ്ങനെ കൈവരിക്കാനുള്ള മാർഗങ്ങൾ, അതെങ്ങനെ പ്രൊമോട്ട് ചെയ്യാം? 1 ഫോർമൽ ഈക്വാലിറ്റി, 2 ത്രൂ ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റ്, 3 അഫോർമേറ്റീവ് ആക്ഷൻ. ഇതെന്താണെന്നുള്ളത് പിന്നെ ഒന്ന് വിശദമായിട്ട് നോക്കുക. ഫോർമൽ ഈക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ത്രൂ ലീഗൽ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷേഴ്സിലൂടെ കിട്ടുന്നതാണ്. ദെൻ ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റ് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റ് ജസ്റ്റിഫൈഡ്, അതായത് പിന്നെ ഡിഫറെൻ്റ്ലി ഏബിളായ ആളുകളെ വ്യത്യസ്ത രീതിയിൽ പരിഗണിക്കുക, അവർക്ക് പരിഗണന കൊടുക്കുക എന്നുള്ളതാണ്. അഫോർമേറ്റീവ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് മെഷേഴ്സ് ടു എലിമിനേറ്റ് ഈക്വാലിറ്റി, അതായത് ഈക്വാലിറ്റി എലിമിനേറ്റ് ചെയ്യാൻ നമ്മൾ എടുക്കുന്ന പോസിറ്റീവായിട്ടുള്ള മെഷേഴ്സ്, ഇപ്പോൾ സ്കോളർഷിപ്പ്, ഹോസ്റ്റൽ ഫെസിലിറ്റീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് പോലെ കേട്ടോ. അപ്പോൾ അതൊന്ന് വിശദമായിട്ട് പുസ്തകത്തിൽ നോക്കുക. വാട്ട് ആർ ദ പവേഴ്സ് ഓഫ് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട്, അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ, ജൂറിസ്ഡിക്ഷൻ എന്താണെന്നോ അധികാര പരിധി എന്താണെന്നോ ചോദിച്ചാൽ എന്താണ് കോടതികളുടെ അധികാരങ്ങളാണ് എഴുതേണ്ടത്. 1 ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ, 2 അപ്പീലേറ്റ് ജൂറിസ്ഡിക്ഷൻ, 3 അഡ്വൈസറി, 4 റിട്ട്, 5 കോർട്ട് ഓഫ് റെക്കോർഡ്. 1 ഉത്ഭവാധികാരം, 2 അപ്പീലധികാരം, ഉപദേശാധികാരം, ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള അധികാരം, രേഖകൾ സൂക്ഷിക്കാനുള്ള അധികാരം. ഇതാണ് കോടതിയുടെ അധികാരങ്ങൾ. അതിൻ്റെ എക്സ്പ്ലനേഷൻസ് ഒന്ന് നോക്കണം. 5 മാർക്കിന് ചോദിക്കുമ്പം കുറച്ച് വിശദീകരിച്ച് എഴുതണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്രിറ്റിസിസം ഓഫ് ഇന്ത്യൻ സെക്കുലറിസം, ഇന്ത്യൻ മതേതരത്തിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ എന്തെല്ലാം? 1 ഇത് ആൻറ്റി റിലീജിയസ് ആണെന്ന് പറയുന്നു. ദെൻ വെസ്റ്റേൺ ഇമ്പോർട്ട്, പാശ്ചാത്യ ഇറക്കുമതിയാണെന്ന് പറയുന്നു. മൈനോറിറ്റിസം ഉണ്ടെന്ന് പറയുന്നു. ഇൻ്റർവെൻഷനിസ്റ്റ്, വോട്ട് ബാങ്ക് പൊളിറ്റിക്സ്, ഇമ്പോസിബിൾ പ്രോജക്റ്റ്. ഇതിൽ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണ്, ഇമ്പോസിബിൾ പ്രോജക്റ്റ് ആണ്. ഇതൊക്കെയാണ് പോയിൻ്റ്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ, ഇതെങ്ങനെ ക്രിറ്റിസിസം ആകുന്നു എന്നുള്ളത് എക്സ്പ്ലനേഷൻ ഒന്ന് വായിച്ചിട്ട് മനസ്സിലാക്കുക.
ദെൻ സമത്വത്തിൻ്റെ 3 മാനങ്ങൾ. ഇത് നമ്മൾ 4 മാർക്ക് ക്വസ്റ്റ്യൻസിലൊന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് 5 മാർക്കിന് ചോദിക്കുമ്പോൾ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. ഡയമെൻഷൻസ് ഓഫ് ഈക്വാലിറ്റി ആണ്. 1 പൊളിറ്റിക്കൽ ഈക്വാലിറ്റി, 2 എക്കണോമിക് ഈക്വാലിറ്റി, 3 സോഷ്യൽ ഈക്വാലിറ്റി. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 3 പ്രിൻസിപ്പിൾസ് ഓഫ് ജസ്റ്റിസ്. നീതിയുടെ 3 തത്വങ്ങളാണ്. 1 ഈക്വൽ ട്രീറ്റ്മെൻറ്റ് ഫോർ ഈക്വൽ, തുല്യർക്ക് തുല്യ പരിഗണന കൊടുക്കുക എന്ന തത്വം. പ്രൊപ്പോർഷനേറ്റ് ജസ്റ്റിസ്, ആനുപാതിക നീതി. തുല്യർക്ക് തുല്യ പരിഗണന, അതിൻ്റെ വക്താവ് ജെർമി ബന്താമാണ്. പ്രൊപ്പോർഷനേറ്റ് ജസ്റ്റിസിൻ്റെ വക്താവ് അരിസ്റ്റോട്ടിലാണ്. ദെൻ റെക്കഗ്നിഷൻ ഓഫ് സ്പെഷ്യൽ നീഡ്, പ്രത്യേകം ആവശ്യം വേണ്ടവർക്ക് അംഗീകാരം കൊടുക്കുക എന്നുള്ളത്. അതായത് പ്രായമായവർ, ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉള്ളവർ, ഇവരെയൊക്കെ അംഗീകരിക്കുക, അവർക്ക് പ്രത്യേകം പരിഗണന നൽകുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ദെൻ പിന്നീട് ഇവിടെ വെയിൽ ഓഫ് ഇഗ്നോറൻസ് എന്ന കൺസെപ്റ്റ് ആരുടേതാണെന്ന് ചോദിക്കാം. ജോൺ റൗൾസിൻ്റേതാണ് വെയിൽ ഓഫ് ഇഗ്നോറൻസ്. എന്താണ് വെയിൽ ഓഫ് ഇഗ്നോറൻസ് എന്ന് ചിലപ്പോൾ 2-3 മാർക്കിന് ചോദിക്കാം. അതൊന്ന് നോക്കി വെക്കണം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫിലോസഫി ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ തത്വശാസ്ത്രം. ഇന്ത്യൻ ഭരണഘടനയുടെ തത്വശാസ്ത്രം എന്നാൽ എന്തെല്ലാം അതിൽ അടങ്ങിയിരിക്കുന്നു? 1 ഇൻഡിവിജ്വൽ ഫ്രീഡം, വ്യക്തി സ്വാതന്ത്ര്യം. സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹിക നീതി. സെക്കുലാറിസം, മതേതരത്വം. യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ്, സാർവത്രിക വോട്ടവകാശം. ഫെഡറലിസം, നാഷണൽ ഐഡൻറ്റിറ്റി, ദേശീയ ഐഡൻറ്റിറ്റി. ഇത്രയും പോയിൻറ്റ്സ് ഫിലോസഫി ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ തത്വശാസ്ത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ഈ പോയിൻ്റ് ഓരോന്ന് അതിൻ്റെ എക്സ്പ്ലനേഷൻ വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയാണ് 5 മാർക്കിന് ചോദിക്കാവുന്ന ചോദ്യം. ഇപ്പോൾ നമ്മൾ ഈ ഓരോ മാർക്കിൻ്റെത് പറഞ്ഞാൽ അതിനകത്തുനിന്ന് തന്നെ പല ചോദ്യങ്ങളും ചോദിക്കാം, 1 വേർഡ് ചോദിക്കാം. അതൊക്കെ പഠിക്കുന്നതിലൂടെ 1 വേർഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായം ഒരു കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം എല്ലാവർക്കും നാളത്തെ എക്സാമിനേഷന് ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് എഴുതുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങളുടെ +1 ലാസ്റ്റത്തെ എക്സാമാണ്. ഇനി +2 ക്ലാസ്സുകൾക്ക് വേണ്ടിയും നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൾ ദ ബെസ്റ്റ്. വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.